നമസ്കാരം, ഏവർക്കും മറ്റൊരു അടിപൊളി എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റെസിസ്റ്റേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഈ കാണുന്ന പോലെ യൂട്യൂബ് ചാനലിന്റെ തൊട്ടു താഴെയുള്ള ആ സബ്സ്ക്രിപ്ഷൻ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം അതിന്റെ തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ഓൾ എന്നതിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എൻട്രൻസ് പരീക്ഷകൾക്ക് എന്തായാലും ഒരു ചോദ്യം വരുന്ന റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. റെസിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ നമുക്ക് പ്രധാനമായും രണ്ട് തരത്തിലാണ് റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടി കഴിയുക. ഒന്ന് സീരീസും മറ്റൊന്ന് പാരലലും. അപ്പോൾ സീരീസ് കണക്ഷൻ ആണെങ്കിൽ 3 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 + R2 + R3 ആണ്. അതായത് റെസിസ്റ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അവയുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി റെസിസ്റ്റേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഇനി നമ്മൾ റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. പാരലൽ ആയിട്ടാണെങ്കിലോ, ഇപ്പോൾ 3 റെസിസ്റ്റേഴ്സ് നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം R1, R2, R3 എന്നിങ്ങനെ 3 റെസിസ്റ്റേഴ്സ് നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 1/R = 1/R1 + 1/R2 + 1/R3 എന്നായിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. റെസിസ്റ്റേഴ്സിന്റെ സീരീസും പാരലലുമായിട്ട് വരുന്ന ചോദ്യങ്ങളിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ടുന്ന കാര്യങ്ങളാണിത്. സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് തുകയും, പാരലൽ ആയിട്ടാണെങ്കിൽ 1/R1 + 1/R2 + 1/R3 എന്നുള്ള കാര്യവും. അതുപോലെ തന്നെ n റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് n റെസിസ്റ്റേഴ്സ് ഒരേ വിലയുള്ള n റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് NR ആയിരിക്കും. അതുപോലെ തന്നെ ഒരേ വിലയുള്ള n റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/N ആയിരിക്കും. ഒരു ഉദാഹരണത്തിന് 10 ഓം വിലയുള്ള 5 റെസിസ്റ്റേഴ്സ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 50 ഓം ആയിരിക്കും. എന്നാൽ 10 ഓം റെസിസ്റ്റൻസ് ഉള്ള 5 റെസിസ്റ്റേഴ്സ് നമ്മൾ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10/5 = 2 ഓം ആയിരിക്കും. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ട്രിക്കാണ്. ഇത് നമുക്ക് മിക്ക അവസരങ്ങളിലും ഉപയോഗിക്കേണ്ടി വരും. നമുക്ക് സീരീസ് ആയിട്ട് വരുമ്പോഴും പാരലൽ ആയിട്ട് വരുമ്പോഴും ഒരേ വിലയുള്ള റെസിസ്റ്റേഴ്സ് തന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഈ രണ്ട് ടിപ്പുകളും വളരെയധികം പ്രയോജനം ചെയ്യും. ഇപ്പോൾ നമുക്ക് ഈ ബേസിക് ആയിട്ടുള്ള ഈ രണ്ട് തിയറി നോട്ട്സ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ചില പ്രോബ്ലങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. നമ്മൾ സാധാരണഗതിയിൽ റെസിസ്റ്റേഴ്സ് സീരീസും പാരലലും വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യാറുണ്ട്. എന്നാൽ അവയ്ക്കിടയിൽ കൂടി മറ്റൊരു വയറുകൾ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സംശയമാവും. അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. എയുടെയും ബിയുടെയും ഇടയിലുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇവിടെ 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. അവിടെയെല്ലാം വില R ആണ്. എയ്ക്കും ബിക്കും ഇടയിൽ 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് നേരെ അത് കൂട്ടാൻ വേണ്ടി കഴിയില്ല, കാരണം അത് എൻഡ് ടു എൻഡ് ആയിട്ട് തന്നെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവയ്ക്കിടയിൽ വേറെ വയറുകൾ കൂടി കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അവ സീരീസ് അല്ല. അങ്ങനെയാണെങ്കിൽ അവയുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഈ ചോദ്യം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ രസകരമാണ്, സിമ്പിളുമാണ്. പക്ഷെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള നടുക്കുള്ള 2 പോയിന്റുകൾ നമ്മൾ പുതുതായിട്ട് വയർ കണക്ട് ചെയ്തപ്പോൾ നടുക്കുള്ള ഒന്നാമത്തെ റെസിസ്റ്റൻസ് കഴിഞ്ഞിട്ടുള്ള പോയിന്റിനെ C എന്ന് വിളിക്കുക, രണ്ടാമത്തെ റെസിസ്റ്റൻസ് കഴിഞ്ഞിട്ടുള്ള പോയിന്റിനെ D എന്ന് വിളിക്കാം. ആ 2 പോയിന്റുകൾ ആദ്യം മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ, മാറ്റി വരച്ചിരിക്കുന്ന ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ പോയിന്റുകൾ സിയും ഡിയും നമ്മൾ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതിനെ ഒരു 4 പോയിന്റുകൾ നമ്മൾ ഒരു ചതുരാകൃതിയിൽ ഒരു wheatstones ബ്രിഡ്ജിന്റെ ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്യുക. ABCD എന്നിവയെ ഒരു wheatstones ബ്രിഡ്ജിന്റെ ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്യുക. അതിന്റെ ഓരോ ആമിലും അതിൽ നിന്ന് കൊടുത്തിട്ടുള്ള റെസിസ്റ്റേഴ്സ് ക്രമത്തിൽ മാർക്ക് ചെയ്യുക. എയിൽ നിന്ന് സിയിലേക്ക് ഒരു റെസിസ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ സിയിൽ നിന്ന് ഡിയിലേക്ക് ഒരു റെസിസ്റ്റർ ഉണ്ട്. ഡിയിൽ നിന്ന് ബിയിലേക്കും ഒരു റെസിസ്റ്റർ ഉണ്ട്. അവയ്ക്കിടയിലുള്ള ഭാഗങ്ങളിൽ നമ്മൾ വയറുകൾ കൊണ്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എയും ഡിയും എ എന്ന പോയിന്റും ഡി എന്ന പോയിന്റും ഒരേ പോയിന്റാണ്. കാരണം അത് വെറും ഒരു വയർ കൊണ്ട് മാത്രം കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവയെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അതുപോലെ ബിയും സിയും ഒരേ പോയിന്റുകളാണ്. അതിനെ നമുക്ക് വെറും ഒരു വയർ കൊണ്ട് കണക്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ പോയിന്റ് സെയിം ആണ്. അപ്പോൾ അതിനെയും നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ പോയിന്റുകളെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സിയും ബിയും ഒന്നാണ്. അവിടെ നമുക്ക് ബി എന്ന് പേര് കൊടുക്കാം. എയും ഡിയും ഒന്നാണ്. അവിടെ നമുക്ക് എ എന്നുള്ള പേര് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചിത്രത്തെ ഒന്ന് മാറ്റി വരച്ചു കഴിഞ്ഞാൽ ഇവിടെ 3 റെസിസ്റ്ററുകളും, അതായത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ആർ ഓം വിലയുള്ള ആ 3 റെസിസ്റ്ററുകളും നമ്മളൊന്ന് മാറ്റി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ 3ഉം പാരലൽ ആയിട്ട് നമുക്ക് കിട്ടും.
ഈ 3 റെസിസ്റ്റേഴ്സും പാരലായിട്ട് വരുമ്പോൾ ഇതാ ഇങ്ങനെയായിരിക്കും ചിത്രം ഉണ്ടാവുക. ആ 3 റെസിസ്റ്റേഴ്സും നമുക്ക് പാരലായി കിട്ടും ആർ 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 അല്ലെ. ഒരേ വിലയുള്ള 3 റെസിസ്റ്റേഴ്സ് പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ അവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/3 ആയിരിക്കുമെന്ന് നമ്മൾ മുമ്പേ തൊട്ട് മുമ്പ് പറഞ്ഞ നോട്ട്സിൽ പറഞ്ഞിട്ടുണ്ട്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി R/3. അപ്പോൾ ഇത്തരത്തിൽ ഈ ചോദ്യം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ടുള്ളതാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാം. അല്ലെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ തെറ്റിക്കുകയും ചെയ്യും. നമുക്കൊരു ഐഡിയയും കിട്ടില്ല ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്ത് തന്നെ പരിശീലിക്കുക, എഴുതി ചെയ്യുക. നിങ്ങൾ ഓരോ ചോദ്യങ്ങളും എഴുതിയെടുക്കുക, അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ സ്വന്തം ചെയ്ത് പരിശീലിക്കുക. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഓരോ പ്രാവശ്യവും ചോദ്യങ്ങളും ഉത്തരങ്ങളും ചെയ്ത് പരിശീലിക്കുക. അങ്ങനെ മാത്രമേ നമുക്ക് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു ചോദ്യമാണ്. ഇവിടെ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. നേരത്തെ ചോദ്യത്തിൽ നിന്ന് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നേരത്തെ വയറുകൾ കൊണ്ട് ചെയ്തതിന് പകരം ഇവിടെ ഒരു റെസിസ്റ്റർ ആണ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആ വയറുകൾക്കിടയിൽ ഒരു റെസിസ്റ്റർ കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിൽ എന്ത് വ്യത്യാസം വരുമെന്നാണ് നമ്മൾ നോക്കുന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ നമ്മൾ നടുവിലെ 2 പോയിന്റുകൾ ആദ്യം മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിലേക്ക് ഇതിനെ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത്. ഒരു വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ ഷേപ്പിലേക്ക് നമ്മൾ ഇതിനെ മാറ്റുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോന്ന് നോക്കാം. ഒരു വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ ഷേപ്പിലേക്ക് മാറ്റുമ്പോൾ അതിലെ ഓരോ ആംസിലെയും റെസിസ്റ്റൻസ് 6 ഓം ആണ്. ഇനി വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ പ്രത്യേകത നമുക്കറിയാം. അറ്റ് ബാലൻസ്ഡ് കണ്ടീഷൻ ദർ വിൽ നോട്ട് ബി കറന്റ് ഫ്ലോ ത്രൂ ദ സെൻട്രൽ ആം. അപ്പോൾ നമുക്കിവിടെ CD എന്ന് പറയുന്ന ആമിലെ കൂടി ഈ റെസിസ്റ്റൻസിന്റെ എല്ലാം വില ഒരേ വില ആയതുകൊണ്ട് തന്നെ ഈ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ഒരു ബാലൻസ്ഡ് കണ്ടീഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ നടുവിലെ ആമിലെ കൂടി കറന്റ് ഫ്ലോ ചെയ്യില്ല. കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ C ആൻഡ് D ഈക്വൽ ടു 0. അല്ലെങ്കിൽ സിയുടെയും ഡിയുടെയും പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സെയിം ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് CD എന്ന് പറയുന്ന ആമിനെ നമുക്ക് ഇവിടുന്ന് മാറ്റാം. ബാക്കിയുള്ളത് അതിനെ നമുക്ക് ഒഴിവാക്കിയിടുന്നതിന് തുല്യമായിരിക്കും അവിടെ ഉണ്ടാകുന്ന സർക്യൂട്ടിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള റെസിസ്റ്റൻസിനെ കുറിച്ച് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. മുകളിലുള്ള 2 R ഓം റെസിസ്റ്റൻസുകളും സീരീസ് ആണ്. ആ മറ്റേ CD നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ മുകളിലുള്ള രണ്ടും സീരീസ് ആണ്. അപ്പോൾ ആറും 2R എന്ന് കിട്ടും. അതുപോലെ തന്നെ താഴെയുള്ള ബ്രിഡ്ജിലും ആറും സീരീസ് ആണ്. അവയുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 2R. ഇനി ആ 2Rഉം എങ്ങനെയാണ്? അവ രണ്ടും പാരലൽ ആണ്. 2R and 2R they are parallel. 2 ohm and 2 ohm are parallel. Hence the effective resistance will be, നമുക്കറിയാം 2 2R റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്റേഴ്സുകൾ പാരലായിട്ട് വന്നാൽ അവയുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2R/2 ആയിരിക്കും. അല്ലെങ്കിൽ 2R/2 എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു R ഓം ആയിരിക്കും. അതായത് അവയുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R ഓം ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ചോദ്യമാണ്. ഇവിടെയുള്ള വ്യത്യാസം, കുറേ റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് തന്നിട്ടുണ്ട്. അവയുടെ വിലകൾ R/2, R/4, R/8 തുടങ്ങിയവയാണ്. അതൊരു ഇൻഫിനിറ്റ് സീരീസ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഈ സീരീസിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. RAB എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇവിടെയുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സീരീസ് ആണ്. നമുക്ക് സീരീസിന്റെ ഇക്വേഷൻ എഴുതാം. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് RAB ഈക്വൽ ടു R പ്ലസ് R/2 പ്ലസ് R/4 പ്ലസ് R/8 പ്ലസ് അങ്ങനെ നമുക്ക് എഴുതി പോകാം. ഇനി അങ്ങനെ എഴുതിയാൽ നമുക്ക് ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ നമുക്കാവില്ല. നമുക്ക് അതിനെക്കുറിച്ച് കൂടി നമ്മൾ കുറച്ചും കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇവയിലെല്ലാം കോമൺ ആയിട്ടുള്ളത് 6 കോമൺ ആണ്. അപ്പോൾ 6നെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സീരീസിനെ R ഇൻറ്റു 1 പ്ലസ് 1/2 പ്ലസ് 1/4 പ്ലസ് എക്സെട്ര എന്ന് എഴുതാൻ നമുക്ക് സാധിക്കും. അപ്പോൾ 1 പ്ലസ് 1/2 പ്ലസ് 1/4 എക്സെട്ര എന്ന് പറയുന്ന സീരീസ് 1/2n എന്നതിൻ്റെ എക്സ്പാൻഷൻ ആണ്. 1/2n എന്ന സീരീസിന്റെ 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള എക്സ്പാൻഷൻ ആണ് അത് വരിക. അതിന്റെ വില എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ വില എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്ക് 1 പ്ലസ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 അപ് ടു 1/infinity എന്ന് പറയുന്ന ആ സീരീസിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക 2 ആണ്. അതിന്റെ വില 2 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു R അല്ലെങ്കിൽ നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2R എന്ന് നമുക്ക് കിട്ടും. ഇതാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. നമ്മൾ ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ, സീരീസ് ആയിട്ട് വരുമ്പോൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അവയിലെ മാത്തമാറ്റിക്കൽ പാർട്ട് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അവയുടെ നമ്മൾ ആ സീരീസിനെ നമുക്ക് കൺവേർട്ട് ചെയ്യുന്ന സീരീസ് ആണെങ്കിൽ നമുക്ക് അവയുടെ വില എത്രയാണെന്നുള്ളത് കൂടി നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള പ്രോബ്ലം ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നമുക്കൊരു ത്രികോണത്തിന്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അവയുടെ എയ്ക്കും ബിക്കും അക്രോസ് ആയിട്ടുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ എനെ പിടിച്ച് നമ്മളൊന്ന് പുറത്തേക്ക് വലിച്ചിടുക. ആ എ എന്ന് പറഞ്ഞ ഭാഗത്തിനടുത്ത് ആ ത്രികോണത്തിന്റെ പുറത്തും മുകളിലോട്ട് നമ്മളൊന്ന് വലിച്ച്
ഇടുന്ന രീതിയിൽ നമ്മളൊന്ന് ചിത്രം വരച്ച് നോക്കുക. അപ്പോൾ നമുക്കിത് ക്ലിയർ ആവും. വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. പക്ഷെ അതിനെ കുറച്ച് വളച്ചൊടിച്ച് നമുക്ക് നൽകിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അതിനെ മുകളിലേക്ക് വലിച്ചിടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അതൊരു വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ആണെന്ന്. ആ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് നമ്മൾ തൊട്ട് മുമ്പേ ചെയ്തതുപോലെ തന്നെയാണ്. റെസിസ്റ്റൻസുകളുടെ ഒക്കെ വില 6 തന്നെയാണ്. അപ്പോൾ നമുക്ക് മുകളിലെ 2 ബ്രാഞ്ചുകളും 2R, താഴത്തെ 2 ബ്രാഞ്ചുകളുടെയും കൂട്ടിയാൽ 2R. അതായത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2R/2 ആയിരിക്കും, അല്ലെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു R ഓം ആയിരിക്കും. ഇത് മറ്റൊന്നുമല്ല, നമ്മൾ വെറും ഒരു വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ആണ് നമുക്ക് മടക്കി ഓടിച്ച് തന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിച്ചാൽ മാത്രമേ ഇത് നമുക്ക് ഒരു വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ആണെന്ന് മനസ്സിലാവുകയുള്ളൂ. അതാണ് അവിടുത്തെ കാര്യം. ഇനി വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് തിയറി നോട്ട്സ് ആണ് ഇനി പറഞ്ഞു തരുന്നത്. അവ തീർച്ചയായും എഴുതിയെടുക്കുക, മനഃപ്പാഠമാക്കുക. ഒരു വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ നമ്മൾ 2 ആമുകളിൽ നമ്മൾ ADയും അതുപോലെ തന്നെ CBയും റെസിസ്റ്റൻസിന്റെ വാല്യൂ R പകരം XR എന്ന് നമ്മൾ കൊടുക്കുന്നു. ഈ എക്സിന്റെ വില 0 ആണെങ്കിൽ, എക്സിന്റെ വില 0 ആയിട്ടുള്ള പ്രോബ്ലമാണ് നമ്മൾ ആദ്യം ചെയ്തത്. അപ്പോൾ എക്സിന്റെ വില 0 ആണെങ്കിൽ RAB എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു R/3 ആയിരിക്കും. എക്സിന്റെ വില 0 ആണെങ്കിൽ RAB R/3 ആയിരിക്കും. ഇനി 0 അല്ലെങ്കിൽ RAB എന്ന് പറയുന്നത് 3x + 1 × R ഡിവൈഡഡ് ബൈ x/3 ആയിരിക്കും. 3x + 1 × R/x+3 ആയിരിക്കും. ഇനി എക്സിന്റെ വില 1 ആണെങ്കിൽ RAB എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ R എന്ന് കിട്ടും. എക്സിന്റെ വില 2 ആണെങ്കിൽ 7/5 R എന്നും, എക്സിന്റെ വില 3 ആണെങ്കിൽ 5/3 R എന്നും നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. ഇനി ഒരു ഹോംവർക്കാണ് അടുത്തായിട്ട് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ ഹോംവർക്ക് ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം ഇതിൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലം വളരെ എളുപ്പമുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ ചാനലിൻ്റെ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഏവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക.